സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന പരാതി അതിലുണ്ടായ കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ആ കേസിൽ കഴമ്പില്ല എന്നാണ് പറയുന്നത്. അന്ന് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ എല്ലാ മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ച് വലിയ രീതിയിൽ അത് വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ അന്ന് വാർത്തയാക്കിയ മാധ്യമങ്ങളൊന്നും ഇപ്പോൾ വലിയതായിട്ട് കാണുന്നില്ല. അന്ന് ലൈവായിരുന്നു, മുഴുവനുള്ള ലൈവായിരുന്നു ഒരു ദിവസം മൊത്തം. ഇപ്പൊ എന്താണ്, രാജിവെപ്പിച്ചു ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത്. അത് ഇപ്പൊ ആ മാധ്യമങ്ങളൊന്നും അത്രത്തോളം ഗൗനിക്കുന്നുമില്ല ഈ വാർത്തകൾ. ഇപ്പൊ നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രഞ്ജിത്തിനെതിരെ വന്ന സമയത്ത് വലിയ രീതിയിൽ ആഘോഷമാക്കിയിരുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ ഈ കേസ് റദ്ദാക്കിയ സമയത്ത് അതൊരു വലിയ വാർത്തയായോ അല്ലെങ്കിൽ ഒരു ചെറിയ വാർത്തയായി പോലും എങ്ങും കണ്ടില്ല. പത്രത്തിലാണെങ്കിലും ചെറിയ രീതിയിലൊക്കെയാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സംഭവം നടന്ന് 12 വർഷത്തിന് ശേഷമാണ് ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവാവ് പരാതി നൽകിയതെന്ന് രഞ്ജിത്ത് ഹർജിയിൽ പറഞ്ഞിരുന്നു. യുവാവ് പരാതി നൽകാൻ വൈകിയത് സംശയാസ്പദമാണ്. പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്ന് രഞ്ജിത്ത് ഹൈക്കോടതി അറിയിച്ചു. അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബംഗളൂരു വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവാവിൻ്റെ പരാതി. എന്നാൽ സംഭവം നടക്കുന്ന സമയത്ത് താജ് ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. നേരത്തെ കേസിൽ രഞ്ജിത്തിനെതിരെയുള്ള ക്രിമിനൽ നടപടിക്രമങ്ങളും കോടതി തടഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകൾക്കെതിരായ കേസ് വന്നപ്പോഴും കൃഷ്ണകുമാറിന് എതിരാന്ന് കണ്ടപ്പോൾ അത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ കൃഷ്ണകുമാറിന് അനുകൂലമായപ്പോൾ വന്നില്ല. ബാലേന്ദ്ര മേനോനെതിരായ ഒരു നടി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിലും ബാലേന്ദ്ര മേനോൻ കുറ്റവിമുക്തനായി. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ വലിയ വാർത്തയൊന്നുമല്ല. ബാലേന്ദ്ര മേനോൻ തന്നെ അത് പറയുന്നുണ്ട്, ഇത് ആരും കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ വിജയ് ബാബുവിൻ്റെ കേസെടുത്ത് പരിശോധിച്ചാൽ എന്താ സംഭവിച്ചത്? വിജയ് ബാബുവിൻ്റെ കേസിൽ ആ നടി അയാളുടെ സ്ഥിരം നായികയായിരുന്നു. പിന്നീട് ഒരു പടത്തിൽ നായിക സ്ഥാനത്ത് നിന്ന് മറ്റൊരു യുവതിയെ കൊണ്ടുവന്നപ്പോഴാണ് കേസ് കൊടുത്തത്. പക്ഷേ പിന്നെ അത് കോടതിയിൽ നിൽക്കാതെ പോയത് ഇവർ തമ്മിൽ ഹോട്ടൽ റൂം എടുത്തു എന്ന് പറയുന്നത് ആ യുവതിയുടെ അല്ലെങ്കിൽ ആ നടിയുടെ പേരിലാണ് ഹോട്ടൽ റൂം എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പീഡിപ്പിക്കാനാണെങ്കിൽ ഒരു നടി വന്ന് അവിടെ സ്വന്തം പേരിൽ റൂം എടുക്കാൻ അനുവദിക്കില്ലല്ലോ. അങ്ങനെയാണ് അത് പോയത്. അപ്പോൾ ഇതിലെല്ലാം സംഭവിക്കുന്നത് ഈ വിവാഹേതര ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും കുറേ നാൾ വരെ ഭയങ്കര ഉഭയസമ്മത പ്രകാരം പോകും. പിന്നീട് ഒരാൾക്ക് അല്ലെങ്കിൽ മടുക്കുമ്പോൾ ഒരാൾ പിന്മാറുകയും മറ്റേയാൾ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതിലിപ്പം ഹൈക്കോടതിയുടെ പുതിയ വിധി അനുസരിച്ച് ഈ വിവാഹിതരായിട്ടുള്ളവർക്ക് ഇനി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചൊന്നും കേസ് കൊടുക്കാനാകില്ല, വിവാഹിതരായ സ്ത്രീകൾക്ക്. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു കാര്യം, ഇപ്പം പോക്സോ പോലുള്ള ഇപ്പം വിവാഹിതനായ ഒരു യുവാവ് ഒരു 18 വയസ്സിൽ താഴെയുള്ളൊരു പെൺകുട്ടിയെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് പോക്സോയാണ്, കേസാണ്. കാരണം അത് വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ്. പക്ഷേ പലപ്പോഴും വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണെങ്കിലും ഈ 18 വയസ്സിന് മുകളിലുള്ളതാണെങ്കിൽ അയാൾ വിവാഹിതനാണെന്ന് അറിഞ്ഞു വരികയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പോകുന്നതായിട്ടല്ലേ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു 20 വയസ്സുള്ള 22 വയസ്സുള്ള ഒരു അവിവാഹിതയായ യുവതി വിവാഹിതനാണ് അറിഞ്ഞതിന് ശേഷം, അയാൾ ഭാര്യയും മക്കളും ഉള്ള ആളാണെന്ന് അറിഞ്ഞതിന് ശേഷവും വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ എന്തിനു പോകണമെന്നൊരു ചോദ്യമില്ലേ? സ്വാഭാവികമായി അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പലപ്പോഴും പുരുഷനെതിരായിട്ടാണ് നിയമങ്ങൾ. ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അയാളെ അകത്തിടും. 14 ദിവസം കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത്, കാരണം തെളിവൊന്നും വേണ്ട. പിന്നെ കോടതി വരുമ്പോൾ തെളിവൊക്കെ കൊടുത്ത് അയാൾ കുറ്റവിമുക്തനായാലും അയാൾ സമൂഹത്തിലും കുടുംബത്തിന് മുന്നിലും എല്ലാം നാണം കെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ ഒരു മാറ്റം വരേണ്ടത് അനിവാര്യതയാണ്. കാരണം നീതി കിട്ടണം എല്ലാവർക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രഞ്ജിത്ത് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തിന് ശിക്ഷ ലഭിക്കണം. പീഡിപ്പിച്ചിട്ടില്ലെങ്കിൽ രഞ്ജിത്തിനെ കുറ്റവിമുക്തനാക്കുമ്പോൾ രഞ്ജിത്ത് അത് സമൂഹ മധ്യത്തിൽ തെറ്റുകാരനല്ലെന്ന് കാണിക്കണം. അപ്പോൾ അതിനുറപ്പാക്കുക എന്നുള്ളതാണ് ഈ നീതി വഴി ലക്ഷ്യമിടേണ്ടത്. കാരണം കോടതികൾ അതിനാണല്ലോ, നമ്മൾ നീതി കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ. സ്വാഭാവികമായി നീതി ലഭിക്കണമെങ്കിൽ ഈ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കുകയും തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അവർ സമൂഹത്തിന് മുന്നിലുണ്ടായ നാണക്കേട് മാറി അവർ നല്ലവരായി ജനം അംഗീകരിക്കുകയും വേണം. അങ്ങനെയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അതാണ് ഈ പറയുന്ന നീതി. എങ്ങനെയായാലും നീതിയാണ് നടപ്പിലാക്കേണ്ടത്, അല്ലാതെ അനീതിയല്ല. അപ്പോൾ നമ്മുടെ നിയമസംഹിതയിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിനുള്ളത്. കാരണം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ നിരപരാധികൾ ശിക്ഷിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളക്കേസുകൾ കാരണം, അതായത് വ്യാജമായിട്ടുള്ള പീഡന പരാതികൾ കാരണം എന്തു സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ശരിക്കും നടന്ന പീഡനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് മാറിപ്പോവും, മാഞ്ഞു പോവും. അത് ഇതിൻ്റെ ഇടയിൽ പെട്ടങ്ങ് പോവും. ഈ ശരിക്കും പീഡിപ്പിക്കപ്പെട്ടവരും ഈ ഒരാളിൽ നിന്ന് തെറ്റായ സമീപനം ഏറ്റുവാങ്ങിയവരും എല്ലാം അവർ ഈ പറയുന്ന ഒരിക്കലും നീതി ലഭിക്കാതെ അവർ ഈ പറയുന്ന കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ ആവുമെന്നുള്ളത്. അതുകൊണ്ട് ശരിയായ കേസുകൾ മാത്രമേ
ഇല്ലെങ്കിൽ ശരിയായ പരാതികളുള്ള, അതായത് കഴമ്പുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇത്തരം നീതി നടപ്പിലാക്കപ്പെടുകയുള്ളൂ എന്നൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഈ രഞ്ജിത്തിന്റെ കേസിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകൾ അന്നേ ഉണ്ടായിരുന്നു. ആ യുവാവ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അയാളുടെ ID ഇല്ലായിരുന്നു. ബാംഗ്ലൂർ വരെ ട്രാവൽ ചെയ്ത ആളുടെ കയ്യിൽ ID ഇല്ലായിരുന്നു. ഒരു തരത്തിലുള്ള പേഴ്സണൽ ഐഡന്റിഫിക്കേഷനും കൊടുക്കാനായിട്ടുള്ള ഒരു രേഖയും ഇല്ലായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഇയാള് രഞ്ജിത്ത് പറഞ്ഞു വന്നു ബാക്കിലത്തെ ഈ ഫയർ സ്റ്റെയർ വഴി കയറി വരാൻ മുകളിലത്തെ നിലയിലേക്ക്, അങ്ങനെ ഫയർ സ്റ്റെയർ വഴി ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ച് മുകളിലേക്ക് പോയി എന്നാണ്. അപ്പോൾ അന്ന് ആ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അപ്പോൾ ഈ അങ്ങനെ ഒരു സംഭവം നടന്നില്ല. അപ്പൊ എന്ത് വലിയ കള്ളമാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ആ കള്ളത്തിന്റെ പേരിൽ ഒരാൾ മാധ്യമങ്ങളുടെ വിചാരണക്കിരയായി. അയാൾ വഹിച്ചിരുന്ന ഒരു സുപ്രധാന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മറ്റൊരു കേസ് കൂടി രഞ്ജിത്തിന്റെ പേരിലുണ്ടോ? ശരി, അതും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസിലും എന്താവുമെന്ന് നോക്കാം. അപ്പൊ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇയാൾക്ക് എവിടെയെങ്കിലും നീതി ലഭിക്കുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും പറയുമോ അയാൾ തെറ്റുകാരനല്ല എന്നുള്ളത്? ഈ വാർത്തകൾ അങ്ങ് പോകും. ഈ ഒരു ചൊല്ലുണ്ട്, അതായത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി സഞ്ചരിച്ച് കിട്ടാവൂ എന്ന് പറയുന്നത്. അതാണ് രഞ്ജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. രഞ്ജിത്ത് ഒരു ശരിയായ കാര്യമാണെന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാര്യം അയാൾ ഒരു പീഡനത്തിന് നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് രഞ്ജിത്ത് പലതവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പരസ്യമായിട്ടല്ല, ഈ പറയുന്ന അയാളുടെ അഭിഭാഷകൻ വഴിയുമല്ല, നിയമ സംവിധാനത്തെ എല്ലാം അറിയിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇപ്പോൾ അത് തെളിയുകയും കൂടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാളെ അപകീർത്തിപ്പെടുത്താൻ, അപമാനിക്കാൻ, അയാളുടെ മുഖത്ത് കരിവാരി തേക്കാനായിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഇയാൾക്കെതിരെ, ഈ പരാതി കൊടുത്ത വ്യാജ പരാതി കൊടുത്ത ആൾക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. പക്ഷേ എന്താണ് ഇനി നീക്കമെന്നറിയാല്ല. ഈ പരാതിക്കാരൻ വീണ്ടും ഉയർന്ന കോടതിയിലേക്ക്, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് വേണമെങ്കിൽ പോകാമല്ലോ കേസ് തള്ളിയത്. അപ്പൊ അതിന്റെ എന്തായിരിക്കും, എന്താണ് ഇനി രഞ്ജിത്ത് സ്വീകരിക്കാൻ പോകുന്ന നിയമ നടപടി എന്ന കാര്യത്തിലൊക്കെ ആകാംക്ഷയുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ വ്യാജ പരാതികൾ നിലനിൽക്കില്ല എന്നുള്ളതാണ്. കൃത്യമായ തെളിവുകൾ വേണം, കൃത്യമായിട്ടുള്ള അതിൻ്റെ സാക്ഷികൾ വേണം. ഇതൊക്കെ ഇല്ലാതെ വെറുതെ ഒരാളുടെ പേരിൽ ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കും. ഇപ്പൊ ഈ മീറ്റു ആരോപണങ്ങളുടെയൊക്കെ കുത്തൊഴുക്കില് ഒരുപാട് പേർക്കെതിരെ, ജയസൂര്യക്കെതിരെ, ബാലേന്ദ്ര മേനോനെതിരെ, മുകേഷിനെതിരെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വന്നു. ഇത് തെളിയിക്കപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ജയസൂര്യയുടെ കേസ് തള്ളിയെന്നാണ് തോന്നുന്നത്. പിന്നെ ബാലേന്ദ്ര മേനോന്റെ കേസ് തള്ളി. അപ്പൊ ഇതൊക്കെ തെളിവുകളില്ലാതെ ഇവർ വർഷങ്ങൾ കഴിഞ്ഞത് വിളിച്ചു പറഞ്ഞിട്ട് എന്താണ്? അപ്പൊ എന്തോ ഒരു ലാഭം ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ലക്ഷ്യം വെക്കുന്ന ലാഭത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൈസ ആവാം, പ്രശസ്തി ആവാം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചിലര് നമ്മൾ അറിയാതെ പോലും ഇരുന്ന പലരും നമുക്കിപ്പോ ഈ ഒരു ഇത് വന്നതോടുകൂടി നമുക്ക് പലർക്കും അറിയാൻ കഴിഞ്ഞു, ഓ ഇങ്ങനെ ഒരു നടി ഉണ്ടായിരുന്നോ എന്ന തരത്തിൽ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ലക്ഷ്യമാക്കാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ പൈസ കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന എന്തായാലും രഞ്ജിത്ത് ആണ് അനീതിക്ക് ഇരയായത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്ന കാര്യം. രഞ്ജിത്തിനെ മാധ്യമങ്ങളെല്ലാം ചേർന്ന് പൊതുസമൂഹത്ത് അടക്കം, സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ വേട്ടയാടി. അയാളോട് ക്ഷമ പറയാനുള്ള മര്യാദയെങ്കിലും ഈ പറയുന്ന പൊതുസമൂഹവും മാധ്യമങ്ങളും, മുഖ്യധാര മാധ്യമങ്ങളും ക്ഷമ പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം എന്നുള്ളത് ഏറെ പ്രസക്തമായ കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.